ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മള് സാറ്റർഡേ ആയിട്ട് ഒരു ചെറിയ സ്റ്റേക്കേഷന് പോവാണ്. അപ്പൊ നമ്മള് റമദയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പൊ എന്റെ കൂടെ ചച്ചു ഉണ്ട്, പിന്നെ അരവിന്ദ് ഉണ്ട്, പിന്നെ അരവിന്ദിന്റെ ഓഫീസിലെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ട്. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയാണ്. അപ്പൊ നമ്മള് റമദയിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ ബാക്കി വീഡിയോസിൽ കാണാം. അപ്പോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. സോ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 27 കിലോമീറ്റർ ആണ് റമദയിലേക്കുള്ളത്. ഒരു 1 hour ആണ് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടത്. ആക്ച്വലി 27 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 1 hour ഒന്നും വേണ്ട, പക്ഷെ ട്രാഫിക് എല്ലാം കടന്നെത്തുമ്പോഴേക്കും ഒരു ടൈം ആകും. അപ്പൊ നമ്മൾ എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അല്ലേ ചച്ചു? ചച്ചു ചച്ചു ഞങ്ങളുടെ റൂമിലേക്ക് പോകുന്ന വഴിക്ക് റമദാൻ്റെ ഒരു സ്റ്റാഫ് ഉണ്ടല്ലോ, നമുക്ക് ഒരു ചെറിയൊരു ഹോട്ടൽ ടൂർ തരുമായിരുന്നു കേട്ടോ. അതായത് എവിടേക്കാണ് സ്പാ, ജിം, അതുപോലെ തന്നെ കോണ്ടിനെൻ്റൽ റെസ്റ്റോറൻറ്റ്സ്, പിന്നെ സീ ഫുഡ്, ടീ, സ്നാക്സും ഒക്കെ കിട്ടുന്ന ഒരു ചെറിയ ടീ ഷോപ്പ്, ഇതൊക്കെ റമദാൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എവിടേക്കാണ് സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത് എന്നൊന്ന് പറഞ്ഞു തരാമായിരുന്നു. ചച്ചുമ്മയ്ക്ക് ഫുഡ് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് വികൃതിയാണ്, കുറച്ചധികം വികൃതി കുട്ടിയായിട്ട് ഇരിക്കുകയാണ് ചച്ചുമ്മ. കണ്ണക്ക ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ പാട്ടെന്ന് പറയുന്നത് ഇവിടുത്തെ പൂൾ തന്നെയാണ് കേട്ടോ. 150 മീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, അങ്ങേയറ്റം തൊട്ടിട്ട് ഇങ്ങേയറ്റം വരെ ഉണ്ട്. ആക്ച്വലി ഭയങ്കര രസമായിരുന്നു ആ പൂളെല്ലാം ഇങ്ങനെ കാണാൻ കേട്ടോ. നമ്മളൊരു വാട്ടർ തീം പാർക്കിൽ പോയ പോലെയായിരുന്നേ. ചുറ്റും നോക്കിയാലും ഈ പൂൾ തന്നെയായിരുന്നു. പക്ഷെ അത് തന്നെയാട്ടോ അതിൻ്റെ അട്രാക്ഷൻ. നമ്മളിന്ന് റമദയിൽ വന്ന ഉടനെ തന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് പുറത്തേക്കൊന്ന് കറങ്ങിയതിന് ശേഷം ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ നമ്മളൊരു നഗ്ഗറ്റ്സും ഓർഡർ ചെയ്തു. പിന്നെ ചായൻ്റെ കൂടെ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് കുറച്ച് കുക്കീസും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പൂളിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ നമുക്കിനി പൂളിലെ വീഡിയോസ് കാണാം. ചച്ചു കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും, അതായത് എനിക്കും അരവിന്ദിനും ഒരുമിച്ച് പൂളിൽ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ആദ്യം പൂളിൽ ഇറങ്ങി കേട്ടോ. പിന്നെ ഇതാണ് അരവിന്ദിൻ്റെ കൊളീഗ്സും ഫാമിലിയും. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ആൻഡ് വി ഹാഡ് എ ഗ്രേറ്റ് ടൈം ടുഗെദർ.
ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഏത് റിസോർട്ടിൽ പോയാലും എനിക്ക് പൂളിൽ ഇറങ്ങാൻ പറ്റാറുണ്ടായിരുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഇറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു. സോ എനിക്ക് അത്രയും മാസത്തിന് ശേഷം ഒരു കണക്കിന് പറയുമ്പോൾ ഒരു വർഷത്തിലേറെയായി ഞാനൊരു പൂള് കണ്ടപ്പോൾ ഞാൻ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ മോള് പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടി കുറേ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും അവളെ അങ്ങ് എടുത്തു. ആൻഡ് ഷീ ഓൾസോ ഹാഡ് എ ഗ്രേറ്റ് ടൈം. അവളെ കണ്ടാൽ മനസ്സിലാകും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് പൊതുവേ വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പൂളിൽ അത്രയും വലിയ പൂളും അത്രയും വെള്ളമൊക്കെ കണ്ടപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അവൾക്ക്. അപ്പോൾ കാലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആട്ടുന്നുണ്ടായിരുന്നു. അപ്പം ആട്ടി കളിക്കുമായിരുന്നു അവൾ. സോ നമ്മളെല്ലാവരും എന്താ പറയുക, പൂള് നന്നായി എൻജോയ് ചെയ്തു. അങ്ങനെ പൂളിലെ കളിയെല്ലാം കഴിഞ്ഞ് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. അന്ന് രാത്രി അത് കഴിച്ച് കിടന്നുറങ്ങി കേട്ടോ. ഹലോ ഗൈസ്, അപ്പം ഇവിടെ മോർണിംഗ് ആയി. ഞങ്ങൾ ഇന്നലെ കുറച്ച് ലേറ്റായി ഉറങ്ങിയപ്പോഴും പിന്നെ അതുപോലെ തന്നെ എഴുന്നേറ്റപ്പോഴും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യണം. സോ ഓൾറെഡി ലേറ്റാണ്. അപ്പോൾ ഒന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ചച്ചു എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോഴാട്ടോ ഈ എക്സൈറ്റ്മെൻറ്റ് കാണിച്ച് ആളുടെ വിചാരം നമ്മൾ വീണ്ടും പൂളിലേക്ക് ഇറങ്ങാണെന്നാ. നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുമായിരുന്നു കേട്ടോ. റെസ്റ്റോറൻറ്റിലേക്ക് കയറി അവിടെ ബൊഫെ ആയിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടതെടുത്ത് കഴിക്കാമായിരുന്നു. ഇവിടെ സാറ്റർഡേ സൺഡേസിലാണ് കേട്ടോ കുറച്ചും കൂടി നല്ല ഓഫേഴ്സ് ഉള്ളത്. ഇൻ ദ സെൻസ്, അതായത് സാറ്റർഡേ ആണെങ്കിൽ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ബൊഫെ ആയിരിക്കും. സൺഡേ ആണെങ്കിൽ 3 നേരവും, അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ, ഇത് 3ഉം ബൊഫെ ആയിരിക്കും. അത് ആക്ച്വലി നല്ലൊരു വേർത്തായിട്ട് എനിക്ക് തോന്നി. ആൻഡ് ഇത്രയും ഐറ്റംസ് ആട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്ത്. നല്ല ടേസ്റ്റി ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് ബാഗൊക്കെ പാക്ക് ചെയ്ത് പിന്നെ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ സ്റ്റേക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സോ സ്റ്റേക്കേഷൻ എങ്ങോട്ടായിരുന്നു അരവിന്ദ്? അടിപൊളിയായിരുന്നോ? ഏത് പാർട്ടായിട്ട് ഇഷ്ടമായത്? അത് പൂൾ ഇഷ്ടപ്പെടാനുള്ള കാരണം അത് പൂൾ ബാർ ഉള്ളതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. സോ നല്ലായിരുന്നു, സ്റ്റേയും നല്ലായിരുന്നു, ഫുഡും നല്ലായിരുന്നു. ഹലോ ചച്ചു എങ്ങനെ ഇഷ്ടായോ ചച്ചുന്? ചച്ചു ഒരു കുഴപ്പമുണ്ടാക്കിയില്ല കേട്ടോ. ചച്ചു നല്ല കുട്ടിയായിരുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റേക്കേഷനൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ചച്ചു നന്നായി എൻജോയ് ചെയ്തു അല്ലേ? അവൾ ആദ്യമായിട്ടായിരുന്നു, അവളുടെ ഫസ്റ്റ് പൂൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ആ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, കാരണം അത്രയ്ക്ക് അവൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. പൂളിൽ നിന്ന് ഇറങ്ങിയപ്പോഴൊക്കെ കരച്ചിലായിരുന്നു. അപ്പോൾ എനിവേസ് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ. അപ്പം ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കോമെന്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ചച്ചു പറഞ്ഞ നെക്സ്റ്റ് വീഡിയോ വരെ എന്താ? അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കും. അപ്പോൾ ബൈ ബൈ, ടാറ്റാ.